ഹായ് സുന്ദരീസ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു ദിവസം കേട്ടോ. ഇന്നൊരു കാര്യമുണ്ട്. കുറേ ദിവസത്തിന് ശേഷം ഞാൻ രാവിലെ 5:30 എണീറ്റു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ആ വയ്യായികയ്ക്കൊക്കെ ശേഷം 6 മണി ആവട്ടെ എണീക്കുമ്പോൾ. 6 മണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ധൃതിയാണ്. വേണ്ട രീതിയിലൊന്നും അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 5:30 എണീറ്റാലും ഇത്തിരി ധൃതി തന്നെയാണ്. 5 മണിക്ക് എണീറ്റാൽ കറക്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ 5 മണിയൊക്കെ ടൂ മച്ചാണ് കേട്ടോ. കാരണം നമുക്കത്ര ഉറക്കം തീരെ മതിയാവില്ല. പിന്നെ എനിക്ക് പണ്ടത്തെ പോലെ അത് രാവിലെ എണീക്കുമ്പോൾ അത്ര ഉത്സാഹം വെച്ചാൽ പണ്ട് എനിക്ക് പിന്നെയും രാവിലെ എണീക്കുമ്പോൾ ഓക്കെ അടിപൊളി ഫീല് അങ്ങനെ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഈ രാത്രി പിന്നെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഉറക്കമൊഴിച്ചൊക്കെ ഇരിക്കാം. എന്തായാലും 5:30 എണീറ്റ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ. പിന്നെയും ഇതൊരു ശീലാക്കാൻ പറ്റിയാൽ നല്ലതായിരുന്നു. അപ്പൊ തന്നെ ഞാൻ മേളിൽ പോയിട്ടേ തുണികളൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. ഇന്നലെ രാത്രി എടുക്കേണ്ടതായിരുന്നു. രാത്രിയല്ല, വൈകിട്ട് തന്നെ എടുക്കേണ്ടതായിരുന്നു. അത് വെച്ചിരുന്നു. പിന്നെ വാഷ് ചെയ്യാനുള്ളത് അടുത്ത റൗണ്ട് ഇത് തന്നെ. വാഷ് ചെയ്യാം, തുണി തോരയിടാം, വാഷ് ചെയ്യാം, തുണി തോരയിടാം. അതില്ലാണ്ട് പറ്റൂലല്ലോ. അപ്പൊ അത് വാഷ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മുട്ട വേവിക്കാൻ വെച്ചു. പിന്നെ ഇമ്മക്കുട്ടിക്കുള്ള ടിഫിൻ പാക്ക് ചെയ്യണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ചിലപ്പോൾ ഇന്നിപ്പോൾ ജിമ്മിൽ പോണേക്കാട്ടിനും മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം ഉണ്ടായെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ സാരമില്ല, വന്നിട്ട് കഴിക്കാം. പക്ഷെ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ടാണ്, ചെറുതായിട്ടാണെങ്കിലും ലൈറ്റ് ആയിട്ടാണെങ്കിലും എന്തെങ്കിലും കഴിച്ചിട്ടാണ് പോകും. പക്ഷെ എൻ്റെ അടുത്ത് നിർബന്ധമായിട്ട് മുട്ടയൊക്കെ കഴിച്ചിട്ട് വരാനാണ് പറഞ്ഞിട്ടില്ല. എപ്പോഴും എനിക്ക് അങ്ങനെ മുട്ട കഴിക്കാനൊന്നും സമയം കിട്ടാറില്ല. അപ്പോൾ മാവുണ്ടായിരുന്നു, അതുകൊണ്ട് ദോശ ഉണ്ടാക്കി. പിന്നെ ഇമ്മക്കുട്ടിക്ക് ദോശ 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 ഭയങ്കര ദോശ ഇഷ്ടമാണ്. അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ടിഫിനിൽ എപ്പോഴും ദോശ, ഇഡ്ഡലി, അപ്പം, ഇടിയപ്പം അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ കൊടുത്തുവിടുക. 3 മണിയാകുമ്പോൾ എത്തും. അപ്പോൾ അപ്പോഴാണ് ചോറും കൂട്ടാനും ഉപ്പേരിയും ഒക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കഴിക്കുക. ചെറിയ 2 ദോശ കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, അത് നമുക്ക് വെക്കാം. പിന്നെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് വെക്കും. ഫ്രൂട്ട് ആപ്പിൾ അല്ലെങ്കിൽ മാതള നാരങ്ങ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേട്ടോ. ഞാനിപ്പോൾ കാപ്പി കുടിക്കണ്ടേ. കാപ്പി ആകുമ്പോൾ എനർജി ഉണ്ടാവില്ല വെച്ചിട്ട് പഞ്ചസാര ഇടാണ്ട് കാപ്പി കുടിക്കുക. അതിൽ തന്നെ കൊളാജൻ പൗഡർ ഞാൻ ഇപ്പോൾ എടുക്കുന്നുണ്ട്. സപ്ലിമെൻ്റ് ഡോക്ടർ പറഞ്ഞു എന്തായാലും എടുത്തോളാൻ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ തവണ ബ്ലഡ് ടെസ്റ്റ് ഇതൊക്കെ ചെയ്തപ്പോൾ ഡെർമാറ്റിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും കൊളാജൻ പൗഡർ എടുക്കാൻ. അപ്പോൾ പിന്നെ അത് എടുക്കുന്നുണ്ട്. നല്ല വൃത്തിയിട്ട ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ കോഫി ആകുമ്പോൾ ഒരു എനർജി ഉണ്ടാവും. പിന്നെ ആ കൊളാജൻ പൗഡറിൻ്റെ ആ ഒരു ടേസ്റ്റും അങ്ങനെ ശരിയായി കോമ്പൻസേറ്റ് ചെയ്യാലോ എന്നുള്ള രീതിയിൽ ഞാൻ അതങ്ങ് കുടിക്കും. അപ്പം അതിൻ്റെ ഒപ്പം എഴുതുകയും ചെയ്യും. എഴുതുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഡു ലിസ്റ്റ് ആണ് കേട്ടോ. എഴുതുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തോ കാര്യമായിട്ട് എഴുതണ പോലെയാണ്. ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെക്കും. ഈ ടു ഡു ലിസ്റ്റിൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു വരണമെങ്കിൽ അത്, തുണി കഴുകുക, തുണി തോരിയിടുക, അങ്ങനത്തെ വീട്ടുപണികളടക്കം ഞാൻ എഴുതി വെക്കും കേട്ടോ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ടിക്കിട്ട് പോകുമ്പോൾ ഒന്നും വിട്ടുപോവില്ല. അല്ലെങ്കിൽ മടി കാരണവും അല്ലാണ്ട് ഓർക്കാണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വിട്ടു. പിന്നെ ഞാൻ ആ ഒരു ആപ്പിൾ കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ചിലപ്പോൾ പോണേക്കാട്ടും മുന്നേ കഴിക്കാൻ സമയം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇമ്മക്കുട്ടീനെ വിളിക്കാണ്. ശുതാണ് കേട്ടോ. കുഞ്ഞു കുട്ടികളൊക്കെ നമുക്കിങ്ങനെ ഒരു 6-ആം ക്ലാസ് 7-ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും നേരത്തെ എനിക്ക് ശീലാവും തോന്നുന്നുണ്ട്. അതുവരെ ഒരു പ്രയാസം തന്നെയാണ്. എണീപ്പിച്ച് കൊണ്ടുപോയിട്ട് പല്ലേപ്പിക്കാൻ നിർത്തുമ്പോൾ അവിടെ നിന്നും ഉറങ്ങും. ബാത്റൂമിൽ കൊണ്ടുപോയി അവിടെ നിന്നും ഉറങ്ങും. അപ്പൊ പാവം തോന്നും കേട്ടോ. നേരത്തൊക്കെ കിടക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ അവൾ ഈ 9 മണിക്ക് കിടന്നാലും കുറച്ചു നേരമൊക്കെ വായിച്ചിട്ടൊക്കെയാണ് ഉറങ്ങുക. അപ്പൊ അതൊരു കുറച്ച് പ്രശ്നം. അപ്പൊ 9:30-10 മണിക്കുള്ളിലൊക്കെയാണ് ഉറങ്ങുള്ളൂ ആള്. പിന്നെ കുറെ നേരം വർത്താനൊക്കെ പറയും. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഉറക്കം മതിയാവണില്ല. പിന്നെ ഞാൻ ഇമ്മക്കുട്ടീനെ റെഡിയാക്കി കേട്ടോ. ഇമ്മ ചിലപ്പോഴൊക്കെ തനിയെ തന്നെ, അതായത് എനിക്ക് സമയമില്ലാത്ത സമയമാണെങ്കിൽ തനിയെ തന്നെ റെഡിയാവും. പക്ഷെ എനിക്ക് ഇത്രയെങ്കിലും സമയം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ തന്നെ റെഡിയാക്കണം എന്നൊക്കെ പറയും. പിന്നെ ഇമ്മക്കുട്ടിയുടെ ടിഫിൻ ബോക്സ് ഒക്കെ റെഡിയാക്കി. സ്നാക്ക് ബോക്സിൽ ഇത് വെച്ചു കേട്ടോ, ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചു. ഇപ്പോൾ ക്ലാസ്സിലിരുന്ന് സ്നാക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം 2-ാം ക്ലാസ്സിലായല്ലോ. അപ്പോൾ മിക്കവാറും വാനിലൊക്കെ ഇരുന്നിട്ടാണ് കഴിക്കുക. പക്ഷെ എന്നാലും ഞാൻ കൊടുത്തു വിടും. അങ്ങനെ ഇമ്മക്കുട്ടി റെഡിയായി. ഫുഡൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അതൊന്നും പ്രശ്നമില്ല. അവിടെ തനിയെ കഴിക്കും. വാരി കൊടുക്കുക അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നു ഒരുവിധം പിള്ളേരൊക്കെ കഴിക്കുമായിരിക്കും അല്ലേ. സ്കിൻ കെയറും സമയം ഉണ്ടെങ്കിൽ തനിയെ തന്നെ ചെയ്യും. വെച്ചാൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇടും. ചിലപ്പോൾ ഒക്കെ സമയമില്ലാണ്ട് ഇടാണ്ടും പോകും കേട്ടോ. പിന്നെ ഞാൻ ഇമ്മക്കുട്ടീനും ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി വന്നു. പിന്നെ ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്.
അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ പേര് ചോദിക്കാറുണ്ട്, ലൈക്ക് കോമൻസിൽ കുറേ ഇല്ല, കുറച്ച് പേര് വേണമെങ്കിൽ പറയാം, കമ്പാരിറ്റീവ്ലി കുറച്ച് പേരാണ്, നിങ്ങൾ എന്തിനാണ് ഈ സമയം ഇല്ലെങ്കിൽ പിന്നെ ജിമ്മിൽ പോകാനൊക്കെ നിൽക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയുടെ കാര്യം നോക്കിക്കൂടെ, നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യം നോക്കിക്കൂടെ, നിങ്ങൾ എന്തിനാ അങ്ങനെ ജിമ്മിൽ പോണേന്നൊക്കെ ഞാൻ പണ്ട് മുതലേ കേൾക്കണതാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് കുറഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. നമ്മുടെ ഹെൽത്ത് നോക്കണത് ഉണ്ടല്ലോ, അതൊരു അതൊരു ഭയങ്കര ഒരു ഇത് തെറ്റായിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു അതന്നെ ബേസിക്കലി തെറ്റായിട്ട്, സെൽഫ് കെയർ എന്ന് പറയുന്നത് തെറ്റായിട്ടാണ് എന്താണെന്നറിയില്ല സ്ത്രീകൾ ചെയ്യുമ്പോൾ കാണുന്നത്. അതായത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാണ്ട് പോകണു എന്നുള്ള രീതിക്കാണ്. നമ്മളെ നോക്കാന്ന് പറയുന്നത് നമുക്കും നമ്മുടെ വീട്ടുകാർക്കും നല്ലതാണ്. അപ്പം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ പോയില്ലെങ്കിൽ അസഹനീയമായ കഴുത്തുവേദനയാണ്. അപ്പം ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോകേണ്ടി വരും. അതല്ലെങ്കിൽ തന്നെ എനിക്ക് എൻ്റെ ബോഡി നോക്കാൻ ഇഷ്ടമാണ്. അത് മാത്രമല്ല ഫ്യൂച്ചറിലേക്കും നമ്മുടെ ഹെൽത്ത് നോക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ജിമ്മിൽ പോകണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. നമുക്ക് എന്താണോ സൗകര്യമുള്ളത്, വീട്ടിൽ നിന്നിട്ടാണെങ്കിൽ ഒരു 10 മിനിറ്റ് പോരാ, ഒരു 20 ടു അരമണിക്കൂർ 20 മിനിറ്റ് ടു അരമണിക്കൂർ എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യാൻ പറ്റിയത് നല്ലത്. അതിന് ആൾക്കാർ പലതും പറയും, അതൊന്നും ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പം എന്തായാലും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിറ്റ് എടുക്കുന്നുണ്ട്. മറ്റേ പനിയായിട്ട് കിടപ്പിലായിട്ട് കാര്യമായിട്ടൊന്നും ചെയ്തിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നല്ല ബെറ്റർ ആയിട്ടോ, പഴയ പോലെ തന്നെ വെയിറ്റ് എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് വെയിറ്റ് ലിഫ്റ്റിംഗ് ഇത്രയും ചെയ്യാൻ പറ്റുന്ന ഞാനിപ്പോൾ PT എടുത്തോണ്ടാണ് കേട്ടോ. അതും പറയണില്ല, എനിക്ക് തനിയൊന്നും ചെയ്യാനറിയില്ല. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ ചിക്കൻ മേടിക്കാൻ വേണ്ടി കയറിയതാണ്. ചിക്കൻ മേടിച്ചു, അതങ്ങ് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എയർ ഫ്രയർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും ഈ മുട്ട കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ പിന്നെ ഈ ചിക്കൻ അങ്ങ് വേവിച്ച് കഴിച്ച് കഴിഞ്ഞാൽ അയ്യോ സോറി ടോർക്ക് വരിക. അതുകൊണ്ട് അത് നല്ലതാണ്. പിന്നെ എൻ്റെ അനിയനുണ്ട് കേട്ടോ, അവനും ജിമ്മിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനും കൂടി വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ ഷേക്കാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചത്. അവനും കഴിക്കുന്നുണ്ട് പ്രോട്ടീൻ ഷേക്കിൻ്റെയും കാര്യത്തിൽ കുറേ പേർക്ക് ഭയങ്കര സംശയമുണ്ട്. അത് പക്ഷേ ആവശ്യം എന്ന് ഞാൻ പറയില്ല കേട്ടോ. നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് വേണ്ട പ്രോട്ടീൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോട്ടീൻ പൗഡർ മേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഭക്ഷണത്തിൽ ഇങ്ങനെ എനിക്ക് ആവശ്യമുള്ള ഒരു പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ അത്ര വർക്കൗട്ട് ചെയ്യുന്ന കാരണം നമുക്ക് 1 കിലോയ്ക്ക് 1 ഗ്രാം പ്രോട്ടീൻ വെച്ച്, അപ്പോൾ എനിക്ക് 45 കിലോ എന്ന് പറയുമ്പോൾ 45 ഗ്രാം ഓഫ് പ്രോട്ടീൻ ഇൻടേക്ക് എനിക്ക് എന്തായാലും ഒരു ദിവസം ഉണ്ടാവണം. അത്രയൊന്നും എന്തായാലും ഇല്ല, ഭക്ഷണം കൊണ്ട് മാത്രം എത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പ്രോട്ടീൻ പൗഡർ എടുക്കും. പിന്നെ ഞാൻ എൻ്റെ ട്രെയിനറോടും അതേപോലെ തന്നെ ഡോക്ടറോടും ചോദിച്ചിട്ടാണ് കേട്ടോ എടുക്കണത്. പിന്നെ ഞാൻ വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ചു. ഫുഡ് ഞാൻ സേവയാണ് കേട്ടോ കഴിച്ചു. ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് ചോദിച്ചപ്പോൾ അമ്മ സേവ ഉണ്ടാക്കി തന്നു. പിന്നെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട് അഗെയിൻ എന്താണ് 2 അടുക്കള അങ്ങനെയൊക്കെ ഉള്ളത്. ഞാൻ കുറേ പറഞ്ഞിട്ടുള്ളതാണ്. അത് വേറെ ഒന്നുമില്ല. എന്താ വെച്ചാൽ ഓൾറെഡി അടുക്കളയുള്ള കാരണം ഗോവയിൽ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ അത് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഷൂട്ട് ചെയ്യാനുള്ള എളുപ്പത്തിൽ. അത് മാത്രമല്ല രാവിലെ അമ്മ പാവം എത്ര പ്രായമായതല്ലേ, അമ്മയെക്കൊണ്ട് രാവിലെ എണീറ്റ് അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ പാടാം. അത് മാത്രമല്ല താഴത്തെ അടുക്കളയിൽ അതിന് മാത്രമുള്ള സൗകര്യമില്ല. നമുക്കിവിടെ മുകളിൽ സൗകര്യമില്ലപ്പോൾ നമുക്ക് അതങ്ങ് ചെയ്യാമല്ലോ. അതുകൊണ്ട് മുകളിലൊരു അടുക്കളയില്ല കാരണം ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഇപ്പം ഞാനാണെങ്കിലും അനിയനാണെങ്കിലും ഞങ്ങൾ തന്നെ നോക്കൂട്ടോ. ഞങ്ങൾക്ക് ഈ ഡയറ്റൊക്കെ ഉള്ള കാരണം ഞങ്ങൾ രണ്ടുപേരും ഡയറ്റ് ഫോളോ ചെയ്യുന്ന, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നോക്കും. ലഞ്ച് പിന്നെ അമ്മ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അത് അമ്മ തന്നെ ഉണ്ടാക്കണേന്ന് ഞങ്ങൾ കഴിക്കും. ശരിക്കും അതും ഡയറ്റ് നോക്കണമെങ്കിൽ നോക്കാം, പക്ഷെ അതൊന്നും ഞങ്ങൾ രണ്ടുപേരും നോക്കാറില്ല. അമ്മ പിന്നെയും നോക്കൂട്ടെ, എൻ്റെ അനിയൻ പിന്നെയും നോക്കും, ഞാൻ അത് നോക്കാറില്ല. ഞാൻ ചോറും കൂട്ടാനും ഉപ്പേരിയും കഴിക്കും, എനിക്കത് ഭയങ്കര നിർബന്ധം. പിന്നെ ഞാൻ ഒരു ചെറുപയർ കറി ഉണ്ടാക്കിയിട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ കൊണ്ടുവന്നില്ലേ, മേടിച്ചില്ലേ, അത് പുരട്ടി വെച്ചു. ഉപ്പ്, കുരുമുളക്, നാരങ്ങ നീര് അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അതങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കഴിക്കേണ്ട നേരത്തെ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്ത് അങ്ങ് കഴിക്കും. അപ്പോൾ എണ്ണയൊന്നും വേണ്ട എയർ ഫ്രയറിലായതുകൊണ്ട്. അപ്പം അത് നന്നായില്ലേ. പിന്നെ എനിക്ക് മുട്ട പോലെയല്ല കേട്ടോ, ചിക്കൻ കഴിക്കാൻ പിന്നെയും ഇഷ്ടമാണെന്നുണ്ട്. മുന്നൊന്നും എനിക്ക് ഇത്രയും കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഡെയിലിയൊക്കെ കഴിച്ചാൽ എനിക്ക് മടുക്കും. പക്ഷെ ഇപ്പം ഞാൻ ഡെയിലി ഒരു പീസ് ഓഫ് ചിക്കൻ അല്ലെങ്കിൽ 2 പീസ് ഓഫ് ചിക്കൻ കഴിക്കും കേട്ടോ, ഇതേപോലെ വേവിച്ചിട്ട്. പിന്നെ ചെടികൾക്കൊക്കെ വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു. കറണ്ട് പോയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കറണ്ട് വരുന്നത് നോക്കി ഇരിക്കുകയാണ് ഞാൻ. എന്നാലേ നമുക്ക് മുകളിൽ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ തീർക്കാൻ കുറച്ചും കൂടി പണിയുണ്ട്. ദേ കറണ്ട് വന്നു. നല്ല ചൂടുണ്ട് കേട്ടോ. മഴ പെയ്യുമ്പോൾ മാത്രമേ ഒരു ശാന്തമായിട്ട് വെച്ചാൽ തണുപ്പൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. പിന്നെ ഇമോൻ്റെ കേട്ടോ കബോർഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാം എഴുതി ഒട്ടിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ നല്ല വൃത്തിക്ക് അവിടെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇത്തവണ ഏട്ടൻ വന്നപ്പോൾ ഒന്നും കൂടി ഒന്ന് ഒതുക്കി വെച്ച് പോയതാണ്. അത് ഇളങ്കോലാക്കി തന്നെ ഏട്ടൻ ഇടിക്കും. പക്ഷെ എൻ്റെ കബോർഡ് കണ്ടോ, എന്ത് നല്ല വൃത്തിയില്ലേ.
അതിന് റെഡിയാക്കണം. ഏട്ടൻ തന്നെ എന്നോട് ചോദിക്കും, നീ അതിനകത്ത് എങ്ങനെ കണ്ടുപിടിക്കണത്? പക്ഷെ വീട്ടിലുള്ള ഡ്രസ്സ് മാത്രമേ ഇങ്ങനെ അലങ്കോലമായിട്ടുള്ളൂ കേട്ടോ. മുകളിൽ സ്റ്റുഡിയോയിൽ ഞാൻ അത്യാവശ്യം നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പുതപ്പ് നേരത്തെ ഞാൻ ജസ്റ്റ് തൂക്കിയിടേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ച്, പിന്നെ ഇമൂൻ്റെ കുറച്ച് കളിപ്പാട്ട് അതൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വെച്ചു. ഇമ തന്നെ വെക്കും കേട്ടോ, ലീവുള്ള ദിവസമൊക്കെ അവൾ തന്നെ ഒതുക്കി വെക്കും. ഒന്നും പ്രശ്നമില്ല, അതൊക്കെ കറക്റ്റായിട്ട് ഇമ ചെയ്തു തുടങ്ങി. ഇമയ്ക്ക് കുറേയൊക്കെ ഏട്ടൻ്റെ സ്വഭാവമാണ്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. പിന്നെ വായിക്കണ ബുക്കൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെടിക്ക് പിന്നെയും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പണി കേട്ടോ, ചെടിക്ക് വെള്ളം ഒഴിക്കുക. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണി. പിന്നെ അതിനിങ്ങനെ താലോലിക്കുക. ആകെ 4 ചെടിയേ ഉള്ളൂ, പക്ഷെ അത് നന്നായിട്ട് തന്നെ നോക്കും ഞാൻ. പിന്നെ അടിച്ചു വാരണമായിരുന്നു, തുടയ്ക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ അതിനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടച്ചില്ല, മടി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് തുണി തോരയിടാം കേട്ടോ. തുണി തോരയിടുമ്പോഴാണ് ഞാൻ ഏറ്റവും അധികം ഏട്ടനെ മിസ് ചെയ്യുക. കാരണം ഏട്ടനുള്ളപ്പോൾ ഞാൻ തുണി തോരയിടേയില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഏട്ടന് ഇഷ്ടമുള്ള ജോലിയാണ്. അല്ലെങ്കിൽ ആൾക്ക് അങ്ങനെ തുണി കിടക്കണതൊന്നും ഇഷ്ടമല്ല. ഇത്തിരി തുണിയാണെങ്കിലും കൊണ്ടുപോയി വാഷിംഗ് മെഷീനിലിട്ട് കഴുകി തുണി തോരയിടും. ഞാനിങ്ങനെ വെറുതെ ചോദിക്കും, ഞാൻ ഹെൽപ്പ് ചെയ്യണോ? വെറുതെ, എനിക്ക് ആഗ്രഹമൊന്നുമില്ല, പ്ലാനും ഇല്ല, എന്നാലും ചെയ്യും. അപ്പോൾ ആള് പറയും, വേണ്ട വേണ്ട, എനിക്കിത് ഭയങ്കര തെറപ്യൂട്ടിക്കാ, നീ പൊക്കോ. ആള് ചെവിയിൽ മറ്റേ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ തുണി തോരയിടും. ഭയങ്കര ഇഷ്ടമാണ് തുണി തോരയിടാനായിട്ട്. അപ്പം ഞാൻ ഈ അവസരത്തിൽ എൻ്റെ ഭർത്താവിനെ വളരെയധികം മിസ് ചെയ്യുന്നു. ഫാനിലത്തെ പൊടിയാണ് ഞാൻ നോക്കിയത്, പക്ഷെ ഇപ്പം തുടയ്ക്കാൻ നിൽക്കുന്നില്ല, പിന്നെ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്കിനി സ്റ്റുഡിയോ ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്ത് തുടങ്ങണം കേട്ടോ. ഇപ്പം തന്നെ 11:15 ഈ സമയം. ഇത്രയും പണി കഴിഞ്ഞപ്പോൾ തന്നെ സാരമില്ല, ഞാൻ 11 മണി ഉദ്ദേശിച്ചിരുന്നു. പിന്നെ ഉണ്ടല്ലോ, ഇതിപ്പോൾ നമ്മൾ കൊറിയർ അയക്കാനുള്ളത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കൊരു ബിസിനസ് ഉണ്ടല്ലോ, ത്രിഫ്റ്റ് സ്റ്റോർ ആണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 15 ഔട്ട്ഫിറ്റൊക്കെ ആഴ്ചയിൽ ഇടും, 15 ഒക്കെ ഇടും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ എല്ലാം സെയിലായി പോകും കേട്ടോ. വളരെ റെയറായിട്ട് അങ്ങനെ സെയിലാവാണ്ട് ഇരുന്നിട്ടുള്ള 1-2 ഔട്ട്ഫിറ്റുള്ളൂ. അപ്പോൾ അതും സെയിലായി പോയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ ഒക്കെ അയച്ചു തരാറുണ്ട്, ഇട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട്. അപ്പോൾ അതെനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. ആ ത്രിഫ്റ്റ് സ്റ്റോർ തുടങ്ങിയതിൽ കുറച്ച് മെനക്കെടാണ്, കാരണം മെസ്സേജസ് ഒക്കെ കുത്തിയിരുന്ന് നോക്കണം, പിന്നെ ഇത് കൊറിയറിന് വേണ്ടി പാക്ക് ചെയ്യണം, അതൊക്കെ എനിക്ക് സമയം ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അസ്വി മലയാളം ഉണ്ട്, അസ്വി വ്ളോഗ്സ് ഉണ്ട്. ഈ 2 ചാനലിലും വീഡിയോസും ഇടണം, ഷോർട്സും ഇടണം, റീൽസ് ഇടണം, പിന്നെ സ്പോൺസർഡ് വീഡിയോസ് ഉണ്ടാവുമല്ലോ. ഇന്ന് തന്നെ ഞാൻ ഇപ്പോൾ ഒരു സ്പോൺസർഡ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ രാവിലെ തന്നെ സ്ക്രിപ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്പോൺസർ വീഡിയോ എന്ന് പറയുമ്പോൾ ബ്രാൻഡിന് ആദ്യം സ്ക്രിപ്റ്റ് അയക്കും, അവരത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അയക്കും. എന്നിട്ട് ചിലപ്പോൾ അതിൽ വല്ല തിരുത്തലൊക്കെ ഇടണം, ചിലപ്പോൾ സബ് ടൈറ്റിലൊക്കെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതല്ല, മിക്കവാറും അങ്ങനത്തെ വീഡിയോസിന് സബ് ടൈറ്റിൽ ആഡ് ചെയ്യണം. അതൊക്കെ കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കുകയൊക്കെ വേണം കേട്ടോ. അങ്ങനത്തെ കുറച്ച് ടാസ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളത് ഞാൻ ഇത് അയച്ചിട്ട് സ്ക്രിപ്റ്റ് അയച്ചിട്ട് അത് അപ്രൂവ് ചെയ്തു. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തകൃതിയായിട്ട് ഷൂട്ട് ചെയ്യണം. എനിക്ക് നന്നായി വിശന്നു തുടങ്ങി, എന്താണെന്നറിയില്ല. ഞാൻ ഭക്ഷണം കഴിച്ചതാണല്ലോ, സാധാരണ കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ എനിക്ക് വിശക്കുന്നത്. പനി വന്നിട്ട് ഞാൻ ഒന്നും കഴിച്ചില്ല, നല്ലോണം എൻ്റെ വെയിറ്റ് കുറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതൊക്കെ ജിമ്മിൽ പോകാൻ. പക്ഷെ ഞാൻ പിന്നെയും പോയി തുടങ്ങിയാൽ എനിക്ക് സന്തോഷമുണ്ട്, അങ്ങനെ അധികം ബ്രേക്ക് ചെയ്തില്ല. പിന്നെ ഇത് കണ്ടോ, L18ൻ്റെ ലിപ്സ്റ്റിക്ക്, അത് 3 ഒരുമിച്ച് വരണതാണ്. 140 രൂപയേ ഉള്ളൂ, പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ കളറ് അത്ര രസമില്ല കേട്ടോ. പിന്നെ 1 മണിയായി സമയം. അപ്പോൾ ദേ അമ്മ നല്ല അടിപൊളിയായിട്ട് ചോറും മീൻകൂട്ടാനും ഉണ്ടാക്കിയിട്ടുണ്ട്. സാലഡും ചിക്കൻ ഫ്രൈയും എൻ്റെ അനിയനും ഉണ്ടാക്കിയതാണ് കേട്ടോ. ഉണ്ടാക്കി വെച്ചാൽ എയർ ഫ്രയറിൽ വെച്ചതാണ്. പിന്നെ ഗ്രീൻ പീസ് വേവിച്ചതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ കുത്തിയിരുന്ന് കഴിക്കുക. എനിക്ക് കുറച്ച് സമയം വേണം കേട്ടോ. എന്നുവെച്ചാൽ ചോറ് കഴിക്കാനാണ് എനിക്ക് സമയം വേണ്ടത്, ബാക്കിയൊക്കെ ഞാൻ ചടപടയെന്ന് കഴിക്കും. പക്ഷേ നമ്മുടെ ഒരു പ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ റോ വെജിറ്റബിൾസ്, അതേപോലെ തന്നെ മീൻ കൂട്ടാണെങ്കിൽ ഭയങ്കര നല്ലതാണ്. അല്ലെങ്കിൽ പനീറിൻ്റെ ഒരു പീസ്, പിന്നെ ഒരു ചിക്കൻ്റെ പീസ്, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും മുട്ടയോ ചിക്കനോ പനീറോ ഇതിലേതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ നോക്കി ഒരു പ്ലേറ്റിലൊരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയില്ല, അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അതാണ്. അല്ലാണ്ട് ഭക്ഷണം ടോട്ടലി കട്ട് ചെയ്യുക എന്നുള്ളതല്ല കേട്ടോ. എപ്പോഴും ഞാൻ ഭക്ഷണം കുറച്ചിട്ടൊന്നും അല്ല, ഞാൻ ഭക്ഷണം ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വെയിറ്റ് ലോസ് ആണ് ഉദ്ദേശിക്കണമെന്ന് വെച്ചാലും ഒരുപാടൊന്നും കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് കൂടുതൽ സാധനങ്ങൾ ആഡ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പം ഞാൻ ഇനി അധികം വർത്തമാനം പറയുന്നില്ല, സമയമായി. അപ്പം ഞാൻ പോട്ടെ. ബൈ, ടേക്ക് കെയർ, ലവ് യു.